പിന്നെ എങ്ങനെ ദുആ സ്വീകരിക്കാനാ? എന്റെ പ്രിയപ്പെട്ടവരെ, പണം മതിയല്ലോ, എങ്ങനെയും പണം വാരിക്കൂട്ടണമല്ലോ. അത് പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, പിടിച്ചു പറിച്ചിട്ടാകട്ടെ, കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാകട്ടെ, എങ്ങനെയും പണമുണ്ടാക്കാൻ വല്ലാതെ പരിശ്രമിക്കുന്നവരുണ്ടല്ലോ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, 3 പാപം ഏതെങ്കിലും വീടിനകത്ത് നടക്കുന്നുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിനകത്ത് 3 പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആയുസ് കുറച്ച് കളയുന്ന 3 പാപമുണ്ടോ? അതിന് ഒരു പാപം ഏതെന്നറിയോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിനകത്ത് ഹറാമായ പണമുണ്ടോ? പലിശ പൈസയുണ്ടോ? നിങ്ങളുടെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പണത്തിനോട് വല്ലാത്ത ആർത്തിയാണല്ലോ. പെണ്ണുങ്ങൾക്ക് സമ്പത്തിനോട് വല്ലാത്ത ആർത്തിയാണ്. മക്കളെ പോലും ഉപദേശിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചല്ല, നബിതങ്ങളെ കുറിച്ചല്ല, പരിശുദ്ധമായ ദീനിനെ കുറിച്ചല്ല. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളോട് ഒരു ഉമ്മ കൊടുക്കുന്ന ഉപദേശം എന്തെന്നറിയോ? അതാ, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് നേടണം, 1ാം റാങ്ക് വേണം, നല്ല ജോലിയിലെത്തണം, എങ്കിലേ നല്ല ശമ്പളം കിട്ടൂ, നല്ല നിലയിലായാലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. പടച്ചവനെ, ഉമ്മമാര് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, ഈ ദുനിയാവിൽ ജീവിക്കണോ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇന്നത്തെ ഉമ്മമാര് മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നത് അള്ളാഹയെ കുറിച്ചോ നബിതങ്ങളെ കുറിച്ചോ ദീനിനെ കുറിച്ചോ അല്ല. ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കും, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, 1ാം റാങ്ക് മേടിക്കണം. ഇപ്പൊ പിന്നെ SLC പരീക്ഷയുടെ കാലവാ. ഇവിടെ പരീക്ഷ ഉണ്ടോ? ഇപ്പൊ SLC പരീക്ഷയുടെ കാലവാ. എല്ലാത്തിനും 10A+ വേണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര A+ വേണം? 10 എണ്ണം. ആർത്തിയ എല്ലാത്തിനും. ഉമ്മമാര് മക്കൾക്ക് സമാധാനം കൊടുക്കുന്നില്ല. 10A+ വാങ്ങിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറ്റത്തില്ല. ആരാ പറയണത്? ഉമ്മ തന്നെ പറയുകയാ, 10A+ വാങ്ങിച്ചില്ലെങ്കിൽ നിന്നെ ഈ വീട്ടിൽ കയറ്റൂല. മക്കൾക്ക് അല്ലാഹയെക്കാളും പേടി ഉമ്മാനെ, പഠിപ്പിക്കണ ടീച്ചറിനെക്കാളും പേടി ഉമ്മാനെ. A+ വേണം, A+ വേണം. കാരണം പോസ്റ്റിൽ ഫ്ലെക്സ് വെക്കാനുള്ളതാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ കൊല്ലുകയാ മാതാപിതാക്കൾ. SLC പരീക്ഷയുടെ തലേ ദിവസം കേരളത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇനി ഇപ്പൊ റിസൾട്ട് വരുമ്പോ അറിയാം കുറെയൊക്കെ. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. +1 പഠിക്കുന്നവന്റെ ബാഗിനകത്ത് നിന്ന് കഞ്ചാവ് പിടിച്ചു. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമ്മയാ പറഞ്ഞു കൊടുത്തത്, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴി കഞ്ചാവ് കച്ചവടം. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. പണ്ടത്തെ പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അതിനൊരർത്ഥമുണ്ടായിരുന്നു, പ്രേമമുണ്ടെന്നു. എങ്ങനെ? പണ്ടത്തെ പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പ്രണയമുണ്ട്, പ്രേമമുണ്ട്. ഇപ്പൊ പിന്നെ പ്രേമവും പ്രണയവും ഒന്നുമില്ല. എല്ലാം തേക്കല, പരസ്പരം തേച്ച് അടക്ക, പറ്റിച്ചടക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ പെൺകുട്ടികൾ പറയുന്നത്, എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത്? ഉസ്താദെ, ജോലിയായിട്ടേ ഞാൻ കെട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു ജോലിയായിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവളാ കെട്ടുന്നത്, അല്ലാതെ പയ്യനല്ല. ഇവള് പറയാ, ഞാൻ ജോലിയായിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. അതെന്തേ മോളെ? ഉസ്താദ്, എൻ്റെ ഭർത്താവിൻ്റെ സമ്പാദ്യം കൊണ്ട് ജീവിക്കാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിക്കണം. എൻ്റെ ഭർത്താവ് സമ്പാദിക്കുന്ന പൈസ കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിച്ചാലേ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റൂ. കാരണം ഇവളുടെ വാപ്പ കളക്ടറും ഉമ്മ IPS-കാരിയായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ പറയുന്നവരുടെ വാപ്പ കുടുംബത്തെ പോറ്റിയത് എങ്ങനെ? അയാളെ കളക്ടറായിരുന്നു. ഉമ്മ പിന്നെ IPS-കാരി, 6ാം ക്ലാസ്സും ഗുസ്തിയും, അടുക്കളയിൽ ചോറും കറിയും വെച്ച് നടന്നവള. ഇതാ ഇന്നത്തെ തലമുറയുടെ അവസ്ഥ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ പഠിക്കേണ്ടത്, ഭർത്താവെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ പെണ്ണ് കെട്ടേണ്ടത്? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. അല്ലാത്തവൻ പെണ്ണ് കെട്ടരുത്. ദിക്റും പറഞ്ഞുകൊണ്ട് നടക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
പെണ്ണും പിള്ളയെ ജോലിക്ക് വിട്ടിട്ടാണോ ഭർത്താവ് ജീവിക്കേണ്ടത്? അല്ല, നീ പോറ്റണം നിന്റെ ഭാര്യയെ. എടാ, നിന്റെ ഭാര്യക്ക് ഭർത്താവിന് ഭാര്യയോട് കടമയുണ്ട്. ഭാര്യ ആരാ? നിന്റെ തുണി കഴുകാനുള്ളവളാ? നിന്റെ വീട്ടിൽ ചോറ് വെക്കാനുള്ളവളാ? അല്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ? ഭാര്യയ്ക്ക് ഭർത്താവിന് ചോറ് വെച്ച് കൊടുക്കണമെന്നോ ഭാര്യയ്ക്ക് നിർബന്ധമൊന്നുമില്ല. ഭർത്താവിന്റെ തുണി കഴുകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതൊക്കെ അവൾ ചെയ്ത അവളുടെ സേവനം. നീ വേണമെങ്കിൽ വേലക്കാരിയെ നിർത്തിക്കൊള്ളണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എന്താ മിണ്ടാതിരിക്കണത്? ഭാര്യയുടെ ജോലിയാണോ തുണി കഴുകി തരല്? നിന്റെ വസ്ത്രം കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ ഭാര്യയ്ക്ക്? ഉണ്ടോപ്പാ? സ്റ്റേജിൽ ഒരുപാട് പേര് ഇരിക്കുന്നല്ലോ, ഉണ്ടോ? അങ്ങനുണ്ടോ ഉസ്താദ്? ഭാര്യയുടെ കടമയാണോ ഭർത്താവിന് തുണി കഴുകി കൊടുക്കുന്ന നിർബന്ധമുണ്ടോ? എന്റെ തുണി കഴുകണമെങ്കിൽ ഞാൻ കഴുകിക്കോണം, ഇല്ലെങ്കിൽ ഞാൻ ആളെ നിർത്തി കഴുകണം. എനിക്ക് ആഹാരം വെച്ച് തരണമെന്ന് ഭാര്യയോട് കൽപ്പിക്കാൻ പറ്റുമോ? മനുഷ്യന്മാരെ കൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അവള് വെച്ച് തന്നാ വല്ലത് കഴിച്ചോണം. നീ ഇല്ലെങ്കിൽ ജോലിക്ക് നിർത്തിക്കൊള്ളണം. ഇനി പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു നല്ല വാത് പറയണേന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആദ്യമായിട്ട് ഒരു ഉസ്താദ് ഇങ്ങനെ പറയണെന്ന്. ഇത് പറയും ചങ്ങായിമാരെ ഞാൻ പറയും. കാരണം എന്താണെന്നറിയോ? പെണ്ണ് കെട്ടി ചെലവിന് കൊടുക്കാത്ത ചില സാധനങ്ങളുണ്ട്. കല്യാണം കഴിച്ചിട്ട് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൂല, പള്ളിക്ക് കൊടുക്കും, നാട്ടുകാർക്ക് കൊടുക്കും. പെണ്ണും പിള്ളയ്ക്ക് കൊടുക്കുവോ? കൊടുക്കൂല. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു ചങ്ങാതിമാർക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറയടോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അടിച്ചു മാറ്റുന്ന പെണ്ണുങ്ങളില്ലേ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന്? ഇല്ലേ? 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 മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണ് കടന്നു വന്നു. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് വലിയ ആളൊക്കെ തന്നെ, അബൂസ് വലിയ ആളാ, നാട്ടുകാരുടെ ഒക്കെ മുമ്പിൽ വലിയ ആളാ, പക്ഷെ എനിക്ക് ചെലവിന് തരാറില്ല. എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരാറില്ല. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോക്കറ്റിൽ നിന്ന് വല്ലത് എടുക്കാറുണ്ട്. അത് അനുവാദമാണോന്ന്? എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരാറില്ല. എന്റെ ഭർത്താവിന്റെ അടുക്കൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എന്ത് ചെയ്യും? ഇത്തിരി എടുക്കാറുണ്ട്. അത് തെറ്റാണോ നബിയെ? അത് തെറ്റാണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹിന്ദിനോട് പറഞ്ഞു കൊടുത്ത മറുപടി, നിന്റെ ഭർത്താവ് നിനക്ക് ഒട്ടും ചെലവിന് തരുന്നില്ലെങ്കിൽ ആവശ്യമുള്ളത് എടുത്തോളാനാ പറഞ്ഞത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ പറഞ്ഞത്? എങ്ങനെ? ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ലെങ്കിൽ ആവശ്യമുള്ളത് അടങ്കലോടെ എടുത്തേക്കരുത്. എങ്ങനെ? വല്ലപ്പോഴും ഒരു 500 അല്ലാതെ മൊത്തവും കൂടെ എടുത്തേക്കരുതട്ടാ. ആര്? ചെലവിന് കൊടുത്തില്ലെങ്കിൽ. ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനപ്പോ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ മാത്രമേ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. പണ്ടത്തെ പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്ക്. പണ്ടത്തെ നമ്മുടെ ഉമ്മമാർ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, നമ്മളൊക്കെ ചോറ് കഴിച്ചോണ്ടിരിക്കും. അന്ന് പിന്നെ ഒന്നുമില്ല, ചക്കനും മട്ടനും ചുട്ടതും കറുത്തതും വറുത്തതും ഒന്നുമില്ലല്ലോ, മന്തിയും നെഹദിയും ഒന്നും ഇല്ലല്ലോ. പണ്ടൊള്ളി കഞ്ഞിയും പയറും ചമ്മന്തിയും ചോറും ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങനെ ചോറുണ്ണോണ്ടിരിക്കുമ്പോ ഒരല്പം ഭക്ഷണം താഴെ വീണു. ഉമ്മ അടുത്തിരിക്കും മക്കള് ഭക്ഷണം കഴിക്കുമ്പോ ആ താഴെ വീണ ചോറെടുത്ത് പാത്രത്തിൽ ഇട്ട് തന്നിട്ട് ഉമ്മ പറയും, ഇത് അല്ലാഹ് നൽകിയ നിഅമത്ത, കളയല്ലേ മോനെ, വാപ്പ അധ്വാനിച്ചുണ്ടാക്കിയതാട്ടോ, കളയല്ലേ, ഇത് നിന്റെ വാപ്പാടെ ജീവിതവാ, നിന്റെ വാപ്പ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതായത്, കളയല്ലേ മോനെ എന്ന് താഴെ വീണ ചോറെടുത്ത് പാത്രത്തിലിട്ട് തന്നിട്ട് ഉമ്മ ഉപദേശിക്കും. ഇന്ന് നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ മക്കള് ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാലെങ്കിൽ എന്തെങ്കിലും പറയോ? പറയൂല. കാരണം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അവക്കറിയത്തില്ല. അതാ ഇന്നത്തെ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് പറയും, മൊബൈല് വേണം, സൈക്കിള് വേണം, ബൈക്ക് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം. വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ റൂമിൽ കയറി കഥ കടയ്ക്കും. പിന്നെ പോയി തുറന്നു നോക്കുമ്പോൾ തൂങ്ങി നിൽക്കുന്നത് കാണാം. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. മക്കള് റൂമിനകത്ത് കയറി വാതിലടച്ച വാപ്പാടെ നെഞ്ചു പിടയും, ഭീഷണിപ്പെടുത്ത മക്കള്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വാപ്പാന്റെ അടുത്ത് പോയിട്ടിട്ട് പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് സൈക്കിള് വാങ്ങിച്ചിരണം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ തൂങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. കാരണം എന്തെന്നറിയോ? വാപ്പായിക്ക് ആകെ 250 രൂപയാ ശമ്പളം എന്ന് നമുക്കറിയാം.
നമ്മുടെ വാപ്പാടെ കയ്യിൽ പൈസ ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ തലമുറ എങ്ങനെയല്ല, മാതാപിതാക്കൾ അത് പഠിപ്പിച്ചു കൊടുക്കാറില്ല. എങ്കിലും നിങ്ങൾ അബൂദറിന്റെ ചരിത്രം പഠിക്കൂ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മരണമെടുക്കുകയാണ്. അബൂദർ തങ്ങളുടെ സക്കറാത്തിന്റെ അവസ്ഥയെടുത്തപ്പോ തന്റെ ഭാര്യയെയും മക്കളെയും വിളിക്കുകയാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മക്കളെ, നിങ്ങൾ വാപ്പാനെ വെറുക്കല്ലേ, വാപ്പയോട് വൈരാഗ്യം കാണിക്കല്ലേ. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും അവിടെ നിന്ന് കരുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി വാപ്പ ഒന്നും കരുതി വെച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒന്നും വെക്കാറില്ല. എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. നിങ്ങളുടെ വാപ്പ ഒരു പാവപ്പെട്ടവനാണ്. എന്റെ കയ്യിൽ 5 നയാ പൈസയില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ പെൺമക്കള് 3 എണ്ണമാണ്. ആൺകുട്ടികളോടല്ല, 3 പെൺമക്കളാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. ആ പെൺകുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് പറയുകയാ, വാപ്പ പാവപ്പെട്ടവനാ, എന്റെ കയ്യിൽ പൈസയില്ല, ഞാൻ വല്ലാത്ത പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളോട് പറയുന്നു, നിങ്ങൾ എന്നെ വെറുക്കരുത്, നിങ്ങൾ എന്നോട് ദേഷ്യം വെക്കരുത്, എന്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ആരാണ് കഫം പൊതിയുന്നത്, ആരാണ് മയ്യത്ത് നിസ്കരിക്കുന്നത്, ആരാണ് കബറടക്കുന്നത്? നിങ്ങൾ സങ്കടപ്പെടണ്ട, എന്റെ റബ്ബുണ്ടല്ലോ എന്റെ കൂടെ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി തന്റെ പൊന്നാര മക്കളോട് 3 പെൺകുട്ടികളാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്. ഈ 4 പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പറയുകയാ, ഈ ആരാരുമില്ലാത്ത മരുഭൂമിയിൽ കിടന്ന് ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് ആരാണ് പൊതിയുന്നത്, ആരാണ് നിസ്കരിക്കുന്നത്, ആരാണ് കുളിപ്പിക്കുന്നത്, ആരാണ് കബറടക്കുന്നത് എന്ന വിഷയത്തിൽ നിങ്ങൾ പ്രയാസപ്പെടണ്ട. അബൂദർ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ജനാസ എടുത്തുകൊണ്ട് മക്കയിൽ നിന്ന് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയോരത്ത് കൊണ്ടുപോയി എന്റെ ജനാസ വെക്കണം. മക്കയിൽ നിന്ന് ജനങ്ങൾ പോകുന്ന വഴിയോരത്തിന്റെ ജനാസ കൊണ്ടുവെക്കണം. എന്നിട്ട് നിങ്ങൾ വിളിച്ചു പറയണം, ഉംറ കഴിഞ്ഞ ആൾക്കാർ വരും, അവരോട് വിളിച്ചു പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് കബറടക്കാ വിളിച്ചു പറഞ്ഞാ മതി. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ നിന്ന് മരണപ്പെടുകയാ. പൊന്നാര മക്കള് വാപ്പയുടെ ജനാസ എടുത്തു കൊണ്ടുപോയി മക്കയിൽ നിന്ന് ജനങ്ങളെ പോകുന്ന വഴിയോരത്ത് വെച്ചു കാത്തു നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അബൂദർ തങ്ങൾ പറഞ്ഞതുപോലെ 30ഓളം വരുന്ന ഒരു സംഘം വരികയാണ്. ഉംറ കഴിഞ്ഞു 30ഓളം വരുന്ന സംഘം വരികയാ. ഇബ്നു മസ്ഊദ് തങ്ങളാണെന്ന് തോന്നുന്നു, സൽമാനുൽ ഫാരിസി തങ്ങളാണെന്ന് തോന്നുന്നു. ഈ 2 സ്വഹാബികളിൽ ഏതോ ഒരു സഹാബിയുടെ നേതൃത്വത്തില് പടച്ചവനെ 30ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞു വരികയാ. പെൺകുട്ടികളെ ജനാസ വെച്ചു. എന്നിട്ട് മാറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പിതാവാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, ഇഹ്റാമിന്റെ തുണി കൊണ്ട് നിങ്ങൾ കഫം പൊതിഞ്ഞ് കബറടക്കടേ. അവിടുന്ന് പെൺകുട്ടികളെ മാറി നിന്ന് വിളിച്ചു പറയുമ്പോ പടച്ചവരേ, സൽമാൻ തങ്ങൾ അവിടുന്ന് കേൾക്കുകയാണ്, ആരാ അല്ലാഹ്, ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന സ്വഹാബി ആരാ അല്ലാഹ്. അവിടുന്ന് ചെന്ന് നോക്കുമ്പോ മുഖത്തിട്ടിരിക്കുന്ന തുണി അങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ആരാണ് കിടക്കുന്നതെന്നറിയോ? മഹാനായ അബൂദറുൽ ഗഫാരി
റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിളിച്ചു പറഞ്ഞു സദഖ റസൂലുള്ളാഹ്, എന്റെ നബി തങ്ങൾ പറഞ്ഞത് സത്യമാ. ഈ അബൂദറിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് സത്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജീവിച്ചിരുന്ന സ്വഹാബിയാണ് അബൂദർ. അതുകൊണ്ടാണ് അബൂദറിനെ അള്ളാന്റെ മലക്കുകൾ സ്നേഹിച്ചത്. നമ്മൾ നേരെ തിരിച്ചാണല്ലോ. നമുക്ക് പണം മതിയല്ലോ, നമുക്ക് സമ്പത്ത് മതിയല്ലോ, നമുക്ക് അധികാരം മതിയല്ലോ, നമുക്ക് കൊട്ടാരങ്ങൾ പണിയുകയാ, ജീവിതം ആസ്വദിക്കാറുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ പുറകെ പോകുന്നവരെ ഒരുപാട് പേരെ ഈ ദുനിയാവ് വഞ്ചിച്ചതാണ്, ഒരുപാട് പേരെ ചതിച്ചതാണ്. നിന്റെ വാപ്പ ഒരുപാട് സമ്പത്തുള്ളവനായിരുന്നല്ലോ, നിന്റെ ഉമ്മയ്ക്ക് ഒരുപാട് സ്വർണമുണ്ടായിരുന്നല്ലോ. വാപ്പ എന്ത് കൊണ്ടുപോയി സഹോദരാ? ആരോ വാങ്ങിക്കൊടുത്ത 3 കഷ്ടം തുണിയും കുറച്ച് പഞ്ഞിയുമല്ലാതെ ഒന്നും നിന്റെ വാപ്പ കൊണ്ടുപോയില്ലല്ലോ. നീയല്ലേ കൊണ്ടുപോയി മണ്ണിലിറക്കി വെച്ചത്, നീയല്ലേ മണ്ണ് വാരിയിട്ടത്. നാളെ ഇതേ ഗതി തന്നെ നിനക്കും വരുമല്ലോ, ഈ വാഴ പറയുന്ന എനിക്കും വരുമല്ലോ, ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും വരുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ദുനിയാവ് ചതിക്കും സഹോദരാ, ദുനിയാവ് വഞ്ചിക്കും സഹോദരാ. ഇതിന്റെ പുറകെ പോകല്ലേ. നിങ്ങൾ അല്ലാഹനെ മറക്കല്ലേ, നിങ്ങൾ അല്ലാഹനെ മറക്കല്ലേ. ഈ ദുനിയാവിന്റെ പുറകിൽ പോയാ അല്ലാഹു അവർക്ക് 4 ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആഖിറത്തെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ പുറകിൽ പോകുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 4 ശിക്ഷകൾ. ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോട് ചോദിക്കട്ടെ, എന്ത് ചോദിച്ചാലും നീ പറയും സമയമില്ല, 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 ബിസിയാട്, 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 ബിസിയാട്. നിനക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല. സമയത്ത് ഭക്ഷണം കഴിക്കുന്ന എത്ര പേരാവുള്ളത്? രാവിലെ 7:30 മുമ്പ് കാപ്പി കുടിക്കണമല്ലോ, 1:30 മുമ്പ് ചോറുണ്ണണമല്ലോ, പടച്ചവനെ ഇശായിക്ക് മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കണമല്ലോ, 9 മണിക്ക് മുമ്പ് കിടന്നുറങ്ങണമല്ലോ. ആരുണ്ടോ? സമയത്ത് ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ട്? സമയത്ത് ഉറങ്ങുന്ന എത്ര പേരുണ്ട്? സമയത്ത് നിസ്കരിക്കുന്ന എത്ര പേരുണ്ട്? കെട്ടിയ പെണ്ണിനെ വിവാഹം കഴിച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ നിനക്ക് സമയമുണ്ടോ? നിന്റെ രക്തത്തിൽ പിറന്ന മക്കളെ സ്നേഹിക്കാൻ സമയമുണ്ടോ? മാതാപിതാക്കളെ നോക്കാറ് ഏത് വിഷയമെടുത്ത് നോക്കിയാലും നിനക്ക് ജോലിയാ, നിനക്ക് ജോലിയാ, ഒരിക്കലും തീരാത്ത ജോലിയാ. വശഅലല്ലാ യതബറഉ മിൻഹു അബദാ. ദുനിയാവിനെ സ്നേഹിക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, മരിക്കുന്ന കാലം വരെ നിന്റെ ജോലി തീരില്ല വാപ്പാ. വയസ്സാം കാലത്തും നീ ജോലി ചെയ്യുകയാ. നീ ഉറങ്ങില്ല, നീ കഴിക്കില്ല, നീ ധരിക്കില്ല, നീ സുഖിക്കില്ല. നിന്റെ ജീവിതം ഇങ്ങനെ ഉരുകി ഉരുകി തീരുകയാണ്. ഒരിക്കലും തീരാത്ത, ഒരിക്കലും തീരാത്ത ജോലി. നീ ചോദിക്കുന്നല്ല ഉസ്താദേ, ദാരിദ്ര്യം മാറുന്നില്ലല്ലോ. മാറില്ല വാപ്പാ, ഒരിക്കലും നിന്റെ ദാരിദ്ര്യം മാറൂല. ദുനിയാവിനെ സ്നേഹിക്കുന്നവന് അല്ല കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, എന്ത് ചോദിച്ചാൽ അവൻ ബിസീനെ പറയത്തുള്ളൂ. വല്ലതും കഴിച്ചോടാ, കഴിച്ചില്ല, നീ പിന്നെ എന്തിനാ ജീവിക്കുന്നേ? സമയത്ത് ഭക്ഷണം കഴിക്കണമല്ലോ. അവനവൻ രാവിലെ 7:30 മുമ്പ് നാസ്ത കഴിക്കണം, 1:30 മുമ്പ് ചോറുണ്ണണം, വൈകുന്നേരം ഇശായിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം, നേരത്തെ ഉറങ്ങണം. ആര് ആര് ആരുമില്ല. നിനക്ക് ഉറങ്ങാനില്ല, ഉറങ്ങാൻ സമയമില്ല, തിന്നാൻ സമയമില്ല, നിസ്കരിക്കാൻ സമയമില്ല, ഭാര്യയുടെ കൂടെ നിൽക്കാൻ സമയമില്ല, മക്കളെ നോക്കാൻ സമയമില്ല. നീ രാവിലെ എഴുന്നേക്കും, വൈകുന്നേരം വരും, ഇങ്ങനെ നടക്കും. ഇത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്നാൽ പണ്ടുള്ള ആൾക്കാരോ സമയത്ത് ഭക്ഷണം കഴിക്കും, സമയത്ത് ഉറങ്ങും. ഇപ്പം ഇല്ല.